തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാന മുന്നണികളുടെ വോട്ടുകളിൽ ഏറ്റക്കുറച്ചിലുകൾ കാണപ്പെടുമ്പോൾ SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഗ്രാഫ് ഉയരുകയാണ്. 2015 നിന്ന് 10 വർഷങ്ങൾ പിന്നിടുമ്പോൾ 63 സീറ്റുകളാണ് SDPI കൂട്ടിച്ചേർത്തത്. 33 സീറ്റുകൾ വെൽഫെയർ പാർട്ടിയും ഒപ്പം ചേർത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാന മുന്നണികളുടെ വോട്ടുകളിൽ ഏറ്റക്കുറച്ചിലുകൾ കാണപ്പെടുമ്പോൾ SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഗ്രാഫ് ഉയരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മളത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ വളരെ വ്യക്തമായി കണ്ടതാണ്. ഒറ്റയ്ക്ക് മത്സരിച്ച 102 സീറ്റുകളാണ് SDPI നേടിയത്. UDF പിന്തുണയോടെ വെൽഫെയർ പാർട്ടി നേടിയത് 75 സീറ്റുകൾ എന്നുള്ള കണക്കുകളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് 102 സീറ്റ് നേടി SDPI ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേർന്നു. അനീഷ, പ്രത്യേകിച്ചും മലബാർ മേഖലയിലെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 102 സീറ്റാണ് SDPI ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നേടിയത്. ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലും അടക്കം SDPI തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഗ്രാഫ് അത് മുകളിലോട്ട് തന്നെയാണ്. പക്ഷെ അതേസമയം തന്നെ തങ്ങളാരും അവർക്കൊപ്പമില്ലേ എന്ന് രണ്ട് മുന്നണികളും ഒരേപോലെ പറയുന്നുണ്ട്. പക്ഷേ അതല്ല സാഹചര്യമെന്ന് നമ്മൾ വളരെ വ്യക്തമായുള്ള ചിത്രം കണ്ടതുമാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിവരങ്ങൾ. തീർച്ചയായും ഭവ്യ, ഇരു പാർട്ടികളും നേരത്തെ പലപ്പോഴും രണ്ട് മുന്നണികൾക്കൊപ്പം അല്ലെങ്കിൽ ഒരു ഭാഗത്ത് കോൺഗ്രസും അല്ലെങ്കിൽ ഒരു ഭാഗത്ത് CPM ഒക്കെ നേതൃത്വം നൽകുന്ന മുന്നണികൾക്കൊപ്പമാണ് എന്ന് ആവർത്തിക്കുന്നു. പക്ഷേ ഇത്തവണ ഇരുപക്ഷവും പറയുന്നത് തങ്ങൾ ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നാണ്. പക്ഷേ നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ പലയിടത്തും ചില സഖ്യങ്ങൾ ഉള്ളതായി കാണാം. പ്രത്യേകിച്ചും വെൽഫെയർ പാർട്ടി കോൺഗ്രസ് സഖ്യത്തെക്കുറിച്ചൊക്കെ ആദ്യഘട്ടത്തിൽ തുറന്ന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പരസ്പര ധാരണ ഉണ്ട് എന്ന് പോലും പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നേതാക്കളും ഈ പ്രവർത്തകരുമൊക്കെ ഈ വെൽഫെയർ പാർട്ടിയുടേതാവട്ടെ അല്ലെങ്കിൽ UDFിൻ്റെതാവട്ടെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഇത്തരത്തിൽ ധാരണ ഉണ്ടായിരുന്നു, പ്രാദേശിക തലത്തിൽ നീക്കുപോക്കുണ്ടായിരുന്നു എന്ന് പറയുന്നത്. മറുവശത്ത് SDPI ആവട്ടെ ഒരു ഉപാധികളുമില്ലാതെ LDFിന് പിന്തുണ നൽകും എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം അവരോട് ചോദിക്കുമ്പോൾ അവർ അത്തരമൊരു സഖ്യം ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നില്ല. കാരണം ഇടതുപക്ഷത്തിന് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. അത്തരമൊരു സാഹചര്യത്തിലാണ് പ്രത്യേകിച്ചും ഈ അഴിയൂർ പോലുള്ള വടകര ഭാഗത്തെ അഴിയൂർ പഞ്ചായത്ത് SDPIക്ക് താരതമ്യേന നല്ല സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ്. അവിടെ SDPI സ്ഥാനാർത്ഥി വിജയിച്ച ഒരു വാർഡിൽ 7 വോട്ട് മാത്രമാണ് LDF സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിഞ്ഞത്. അത്തരത്തിൽ ഈ ചില വോട്ടിംഗ് പാറ്റേണുകളൊക്കെ പലയിടത്തും ദൃശ്യമാണ്. പക്ഷേ തങ്ങൾക്കവിടെ തീരെ സ്വാധീനമില്ലാത്ത ഒരു വാർഡാണ് എന്നാണ് LDF വിശദീകരിക്കുന്നത്. LDFിന് സ്വാധീനമില്ലാത്ത വാർഡിൽ ഈ ഏറ്റവും ജനകീയനായിട്ട് സ്ഥാനാർത്ഥിയിലേക്ക് വോട്ടുകൾ വന്നതാവാം എന്നൊക്കെയാണ് SDPI അവിടെ പറയുകയും ചെയ്യുന്നത്. ഒപ്പം ഈ കൊടിയത്തൂർ അടക്കമുള്ള ഇടങ്ങളിലും ഇരുപക്ഷവും സഖ്യമായി മത്സരിക്കുന്നു. മുക്കം നഗരസഭയിൽ തനിച്ച് മത്സരിച്ച് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ ജയിക്കുന്നുവെങ്കിലും LDF ഇത്തവണ ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ തവണ ഒരു തൂക്ക് പഞ്ചായത്തായ നഗരസഭയൊക്കെ ആയാണത് വന്നെങ്കിലും സ്ഥിതിഗതികൾ മാറുന്ന അവസ്ഥ. എന്തായാലും നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ 2015 40 സീറ്റുകളാണ് SDPI നേടിയിരുന്നത്. അതിൽ 32 ഗ്രാമപഞ്ചായത്തിലെയും 7 നഗരസഭയിലെയും കൊല്ലം കോർപ്പറേഷനിലെ ഒരു വാർഡും ഉള്ളതായിരുന്നു. ആ 40 സീറ്റുകൾ പിന്നീട് 2020 അത് ഇരട്ടിയിലധികമായി വർദ്ധിപ്പിക്കുന്നുണ്ട്. 95 സീറ്റുകളായി SDPI വർദ്ധിക്കുന്നു. 75 പഞ്ചായത്തുകൾ, ഒരു ബ്ലോക്ക് പഞ്ചായത്ത്, 18 നഗരസഭകൾ, ഒരു കോർപ്പറേഷൻ. അതായത് നഗരസഭകളുടെ എണ്ണത്തിൽ വലിയൊരു മാറ്റമാണ് 2020 ഉണ്ടാവുന്നത്. 18 നഗരസഭയും ഒരു കോർപ്പറേഷൻ, കൊല്ലം കോർപ്പറേഷനിലെ ഒരു വാർഡിലും വിജയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പിന്നീട് 2025 പരിശോധിച്ചാൽ ആ 95 സീറ്റുകൾ എന്നത് 103 മാറുന്നു. അതായത് 2015 മുതൽ 2020 വരെയുള്ള ഒരു മാറ്റത്തിനത്രയും പോകുന്നതല്ലെങ്കിലും ഒട്ട് ചോർച്ച ഉണ്ടാവുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. അതിൽ 91 ഗ്രാമപഞ്ചായത്ത് സീറ്റുകൾ സംസ്ഥാനത്തൊട്ടാകെ നേടുന്നു. 8 നഗരസഭാ സീറ്റുകൾ, അത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലായി. പക്ഷേ ഈ നഗരസഭാ സീറ്റുകളുടെ എണ്ണത്തിൽ
മാറ്റമുണ്ട്. 2020 18 നേടിയാൽ അത് 8 കുറയുന്നുണ്ട്. പക്ഷേ ഈ കോർപ്പറേഷനുകളിൽ രണ്ടിടത്ത് സാന്നിധ്യം അറിയിക്കാൻ SDP 2025 കഴിയുന്നു എന്നതാണ്. കണ്ണൂർ കോർപ്പറേഷനും കൊല്ലം കോർപ്പറേഷനിലെയും ഓരോ സീറ്റുകൾ വീതം നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ആ സീറ്റ് നേടാനും SDP കഴിഞ്ഞിരിക്കുന്നു. അതായത് 2020 അത്ര വലിയ നേട്ടമുണ്ടായെങ്കിൽ ഇല്ലെങ്കിൽ പോലും പഞ്ചായത്ത് തലങ്ങളിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് SDP നേട്ടമായി എടുത്തുകാട്ടാൻ കഴിയുന്നത്. മറുവശത്ത് വെൽഫെയർ പാർട്ടി ഏതാണ്ട് 2011 വരെ പുറത്തുള്ള ആളുകൾക്ക് പിന്തുണ നൽകുകയും അല്ലെങ്കിൽ LDFന് പിന്തുണ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്നു. പക്ഷേ 2015 42 സീറ്റുകളാണ് 2011 പാർട്ടി ഉണ്ടാക്കിയത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ 42 സീറ്റുകൾ നേടി. അതിൽ 32 ഗ്രാമപഞ്ചായത്തുകൾ സീറ്റും 9 നഗരസഭാ സീറ്റുകളും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുമാണ് അന്യ തെരഞ്ഞെടുപ്പിൽ തന്നെ വെൽഫെയർ പാർട്ടി നേടിയത്. എന്നാൽ 2020 65 സീറ്റുകളാക്കി ഉയർത്തി. അതായത് 42 നിന്നും ഒരു മാറ്റം, ഒരു ചാട്ടം പ്രകടമാണ്. 49 ഗ്രാമപഞ്ചായത്ത് സീറ്റുകൾ ആ വർഷം നേടുന്നു. 14 നഗരസഭാ സീറ്റുകളും ഒരു ബ്ലോക്ക് ഡിവിഷനും ഒരു കോർപ്പറേഷനിലെ സീറ്റും വെൽഫെയർ പാർട്ടിക്ക് നേടാൻ കഴിയുന്നുണ്ട്. 2025 എത്തുമ്പോൾ അത് വീണ്ടും വർദ്ധിപ്പിക്കുന്നു. 75 സീറ്റുകളാണ് ഇത്തവണ വെൽഫെയർ പാർട്ടി നേടിയിരിക്കുന്നത്. സഖ്യമില്ലാതെ തനിച്ച് മത്സരിച്ച് നേടിയ സീറ്റുകളെന്നാണ് വെൽഫെയർ പാർട്ടി പറയുമ്പോഴും സംസ്ഥാന വ്യാപകമായി തന്നെ പലയിടങ്ങളിലും UDFുമായി കൃത്യമായ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് മത്സരിച്ചത്. 56 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കാണ് ഈ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ ജയിച്ചത്. 3 ബ്ലോക്ക് പഞ്ചായത്ത്, അത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ് 3 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് വിജയിക്കാൻ വെൽഫെയർ പാർട്ടി കഴിഞ്ഞത്. 16 നഗരസഭകളിലേക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അത് പല ജില്ല, മലപ്പുറം, ആലപ്പുഴ, കോഴിക്കോട്, എറണാകുളം, കോട്ടയം, തൃശ്ശൂർ എന്നിങ്ങനെ പലയിടങ്ങളിലായി 16 നഗരസഭാ സീറ്റുകൾ, അതായത് നഗരസഭാ സീറ്റുകളുടെ എണ്ണത്തിലാണ് മാറ്റം വന്നിരിക്കുന്നത്. 2020 14 നിന്നും 16 ഉയർത്തി. അങ്ങനെ ഈ SDP-ക്കും വെൽഫെയർ പാർട്ടിക്കും ഒരു ക്രമാനുബന്ധമായ പുരോഗതിയാണ് ഉണ്ടാകുന്നത്. മറ്റു പാർട്ടികളുടെ വോട്ട് വീതത്തിൽ ഈ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകുമ്പോഴും വർധന വോട്ട് വീതത്തിൽ വരുത്താൻ കഴിയുന്നു എന്നതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണേണ്ടത്. KMS അനീഷ് കുമാറാണ് വിശദ വിവരങ്ങൾ നൽകിയത്.